നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കസ്റ്റേർഡ്. ഇത് പക്ഷേ വെറുതെ ഉള്ള കസ്റ്റേർഡൊന്നല്ല കേട്ടോ, ഇത് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നതാണ്. കണ്ടു നോക്കി നോക്കൂ, ഇത്രയും റാഹത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല ഇതൊരു ബൗൾ കഴിച്ചാൽ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 ലിറ്റർ ഫ്രഷ് മിൽക്കാണ് എടുത്തത്. അത് നമുക്ക് ചൂടായി കിടക്കുന്ന പോട്ടിലോട്ടൊക്കെ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ ഉണ്ടെങ്കിൽ നമുക്കതൊരു 2-3 ദിവസത്തോട്ടൊക്കെ എന്തായാലും ഉണ്ടാകാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. അതാണ് 1 ലിറ്റർ എടുത്തത്. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര എടുത്തോളൂ. പഞ്ചസാര വേണ്ടാന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ തേന് ചേർത്താൽ മതിയേ. തേന് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അത് ഈ ഒരു പീരീഡിലല്ല കേട്ടോ ചേർക്കുക. തേന് എല്ലാം റെഡിയായി കഴിഞ്ഞ് തണുത്തതിന് ശേഷം അങ്ങനെ തേനൊഴിച്ച് മിക്സാക്കിയിട്ടാണ് കഴിക്കാറ്. പഞ്ചസാര ഇടുന്നവരാണെങ്കിൽ ഈ ഒരു പീരീഡ് തന്നെ പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നിട്ട് ഇതൊന്ന് ശരിക്കും തിളച്ച് വന്നതിന് ശേഷം ഇനി നമുക്ക് കസ്റ്റേർഡ് പൗഡർ വേണം. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. 1 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തത്. ഇനി കസ്റ്റേർഡ് പൗഡർ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺഫ്ലവറും വാനില എസൻസും കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഈ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. കോൺഫ്ലവർ ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ തന്നെ എടുക്കുക. അപ്പോൾ ഇത് വെള്ളത്തിലോ പാലിലോ ഇഷ്ടമുള്ളതിലൊന്ന് കലക്കി എടുത്തോളൂ. ഞാനിപ്പോൾ വെള്ളത്തിൽ അങ്ങനെ കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സേമിയാണ് കേട്ടോ. ഒരുപാട് സേമിയ എടുത്തിട്ടില്ല, കുറച്ച് സേമിയ എടുത്തിട്ടുള്ളൂ. തിളച്ച പാലിലോട്ടേക്ക് ആ ഒരു സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്തിട്ടുള്ള സേമിയാണ് എടുത്തത്, മറ്റേ സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സേമിയ ഒന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു കസ്റ്റേർഡ് പൗഡർ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. മറ്റേത് നമുക്ക് ആ ഒരു വേവ് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഇതിലോട്ടേക്ക് ആ ഒരു വെള്ളപ്പുളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയൊക്കെ ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഫ്ലെയിം ലോ ആക്കാൻ വേണ്ടി മറക്കരുത്. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കുറുകി പോകും. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് കുറുകരുത്, സമയം എടുത്തിട്ട് വേണം നമുക്കതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. എന്നാലും അത് ശരിക്കും വെന്ത് കിട്ടുള്ളൂ കേട്ടോ. സാധാരണ കസ്റ്റേർഡ് കാച്ചുന്നതിൽ ആരും സേമിയ ഒന്നും ഇടാറില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും സേമിയ ഇട്ട് കേട്ടോ. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് മാഷാഅല്ലാഹ് വേറെ ലെവൽ തന്നെയാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇഫ്താർ പാർട്ടിക്കാണെങ്കിലോ ഈദിനോ ഇനി അല്ലാതെ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ ഐസ്ക്രീം വേറെ പുഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതൊരു ബൗൾ കഴിച്ചാണ്ടല്ലോ വയറും നിറയും. അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ടേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് അത്രയും തൃപ്തിയാവും. അത് അത്ര രുചിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തേനാണെങ്കിലും ഇതേ ടേസ്റ്റ് തന്നെയാണ്, പഞ്ചസാര ആണെങ്കിലും ഇതേ ടേസ്റ്റ് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഹെൽത്തിന് ആരെങ്കിലും ഇഷ്യൂസോ ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തേൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ കുറുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോഴേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ആ ഒരു കസ്റ്റേർഡ് പൗഡറിനൊരു പച്ചച്ചോ ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇനി അത് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം 3 ആപ്പിൾ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 പഴം നമുക്കിതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് റോബസ്റ്റ അല്ല, ഫിലിപ്പൈൻ ബനാന ഒക്കെ ഉണ്ടാവില്ല, അതെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് കസ്കസ് കുതിർത്തിയത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കുറച്ച് അധികം എടുത്താലും നല്ല രസം തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ അനാറും ഇട്ടെടുത്തോളൂ. അനാറും ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കറുത്ത മുന്തിരി വേണം. അത് ശരിക്കും കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതേപോലെ കാരക്ക നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ഇട്ടെടുത്തോളൂ. ഇനി അണ്ടിയോ ബദോ എന്ത് വേണമെങ്കിലും ഇട്ടെടുത്തോളൂ. എന്തായാലും കുഴപ്പമില്ല, ഭയങ്കര രസമുള്ളതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ സെർവ് ചെയ്യാനായിട്ട്. സംഭവം പൊളി സാധനം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. മാഷാഅല്ലാഹ് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഇതൊരു ബൗൾ മാത്രം കഴിച്ചാൽ മതി. വേറെ ഫ്രൂട്ടൊന്നും എടുക്കണമെന്നൊന്നുമില്ല. നല്ല ആസ്വദിച്ച് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.